ഈ സഹായിച്ചിരുന്ന സ്ത്രീ മാത്രം പറഞ്ഞു, എല്ലാം വിശദമായിട്ട് ചോദിച്ചു എപ്പോഴാണ് വരുന്നത് എന്നാണ്. അപ്പോൾ അദ്ദേഹം അവര് പൂജയ്ക്ക് പ്രത്യേകമായ സജ്ജീകരണമാണ്, ധാരാളം പൂക്കള്, ധാരാളം നിവേദ്യത്തിന്, അങ്ങനെ എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇവർ ബാക്കിയുള്ള പണികൾ തീർക്കാന്ന് വെച്ചിട്ട് അവർ വീടിന്റെ അപ്പുറത്തെ സൈഡിൽ ഇരിക്കണം. അപ്പോൾ ഇതിലേക്ക് പൂജ കഴിഞ്ഞ സമയത്ത് പൂന്താനം ചാടി പുറത്തിറങ്ങി, ചെറുകടി ശബ്ദം കേൾക്കുന്നു, ഗരുഡൻ വരുന്നുണ്ട്, എന്റെ കൂടെ ആരെയും വരുന്നുണ്ടോ, വരൂ നമുക്ക് ഭഗവാന്റെ കൂടെ പോകാം. ഏതോ നമുക്ക് ദുർധന്യാവസ്ഥയിലെത്തി, ഇങ്ങനെ നിവൃത്തിയില്ല എന്ന് ഭാര്യ. അവരതാരണം നേരമാണ് കൂടി. പക്ഷെ ഭാര്യ അവിടെ നിന്ന് ഈ ചീത്ത പറഞ്ഞ ഒച്ച കേട്ടപ്പോൾ ഈ സ്ത്രീ സഹായിക്കുന്ന സ്ത്രീ അപ്പുറത്തുനിന്ന് ഓടി വന്നു. അവർ വിറ്റടിച്ചു നിൽക്കുമായിരുന്നു. അത് ചൂടായിട്ട് കയ്യെ കഴുകി ഓടി വന്നിട്ട് പറഞ്ഞു, എന്താണ് തമ്പുരാനെ, ഭഗവാൻ വരുന്നു, വേഗമാന്ന് പറഞ്ഞു. ഭഗവാൻ ഗരുഡമായിട്ട് വന്നത്. ഭഗവാൻ പൂന്താനത്തിനെ കൈ പിടിച്ച് രഥത്തിലേക്ക് കയറ്റി. അപ്പോൾ ഞാനും വരുന്നുണ്ട് തമ്പുരാനെ എന്ന് പറഞ്ഞ് ഈ സ്ത്രീയും അതിനകത്തേക്ക് കയറി എന്നാണ് പറഞ്ഞത്. എന്തോ ഒരു ശബ്ദം കേട്ട് വീട്ടുകാരോട് പുറത്തു വരുമ്പോൾ കാണുന്നത് ചലനമറ്റ് കിടക്കുന്ന ഈ സഹായിക്കുന്ന സ്ത്രീയാണ്. പൂന്താനത്തിന് പിന്നെ ആരും കണ്ടിട്ടില്ല. പൂന്താനം അങ്ങനെ ഉടലോടെ സ്വർഗത്തിൽ ഭഗവാനോടുള്ള നിഷ്കാമ ഭക്തി, അതിനോട് അവസ്ഥനായിരുന്നു പൂന്താനം.